പ്രിയമുള്ളവരെ, ഹൃദയപൂർവ്വം സ്വാഗതം. എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ച് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 4th സെമ്മിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് 3rd സെമ്മിലായിരിക്കും വന്നിരിക്കുക. അപ്പോൾ എന്തായാലും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സമൂഹത്തിൽ മാറ്റം വരുത്തുക എന്നാണ് ഈ വിഷയം നമ്മളെ പഠിക്കുക. അതിനുള്ള കാരണങ്ങളും അതിനുള്ള റീസൺസും ഒക്കെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക. ഇത് നമുക്കറിയാം, ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. ഈ ഫിലോസഫറുടെ പേര് ഹെറാക്ലീറ്റസ് ആണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ചേഞ്ച്, ലോകത്തില് മാറ്റം എന്നുള്ളത് അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാണ് പറയുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയ കോട്ടാണ് ഇത്: യു cannot step into the same river twice. നിങ്ങൾക്ക് ഒരിക്കലും 2 പ്രാവശ്യം ഒരേ നദിയിൽ ഇറങ്ങാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും ആ നദി മാറിയിരിക്കും. അപ്പോൾ യഥാർത്ഥത്തില് ഈ ചേഞ്ച് ആണ് യഥാർത്ഥത്തില് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തില് മാറ്റങ്ങൾ വരുത്താൻ എഡ്യൂക്കേഷന് നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ വിഷയം മനസ്സിലായെന്ന് തോന്നുന്നു. ഹെറാക്ലീറ്റസ് എന്ന് പറയുന്ന ആൾ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ: ചേഞ്ച് മാത്രമാണ് ലോകത്തിലെ യാഥാർത്ഥ്യമായിട്ടുള്ളത്, ബാക്കിയെല്ലാം വിദ്യയാണ്, അത് കാണുന്നു തോന്നുന്നു പറയാൻ. അതിന് കാരണം അദ്ദേഹത്തിന്റെ കോട്ടി പറയുക: യു cannot സ്റ്റെപ്പ് ഇൻ ടു ദ സെയിം റിവർ ട്വൈസ്. നിങ്ങൾക്ക് ഒരിക്കലും 2 പ്രാവശ്യം ഒരേ നദിയിൽ ഇറങ്ങാൻ പറ്റില്ല, കാരണം നദി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ചേഞ്ച് എപ്പോഴാണ് സമൂഹത്തിൽ ഉണ്ടാവുക, എപ്പോഴായിരിക്കാം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കുറെ ഉത്തരങ്ങൾ, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താം. ചേഞ്ച് എപ്പോഴാണ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒന്ന്, ഹ്യൂമൻ നീഡ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുമ്പോഴാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ ഓരോ മാറ്റത്തിലേക്ക് പ്രവേശിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കാളവണ്ടി യുഗത്തിൽ പണ്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ എവിടം വരെ, ഹൈ സ്പീഡ് ജെറ്റിന്റെ കാലം വരത്തേക്ക് നമ്മൾ എത്തി. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ സമൂഹത്തില് എന്തുകൊണ്ടുവന്നു? മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം, ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഹ്യൂമൻ നീഡ്സ് ആണ്. രണ്ടാമത് പറയുന്നത് എക്സിസ്റ്റിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെയിൽസ് ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ്. അതായത് ഇപ്പോഴുള്ള ആവശ്യങ്ങള് സമൂഹത്തില് ഒരിക്കലും മതിയാകാതെ വരുമ്പോഴാണ് ശരിക്കും സോഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില് അല്ലെങ്കിൽ ഒരു സമൂഹത്തില് മാറ്റം ഉണ്ടാവുക. മൂന്നാമത് പറയുന്നത് ന്യൂ മെറ്റീരിയൽ സജസ്റ്റ് ബെറ്റർ വേസ് ഫോർ മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സ്. നമുക്കറിയാം, പുതിയ സജഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ നീഡ്സ്, മനുഷ്യന്റെ ആവശ്യങ്ങളെ പുതിയ വഴിയിലൂടെ മാറ്റാൻ സാധിക്കുന്ന ഒരു അവസരം വരുമ്പോഴും ചേഞ്ച് ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പണ്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റും, വീടുകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുമായിരുന്നു. പഞ്ചസാരയോ അങ്ങനെ ചായപ്പൊടിയോ ഒക്കെ കടം വാങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒരു ഫോൺ എടുത്ത് ഒന്ന് ബുക്ക് ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ സാധനങ്ങൾ എവിടെ എത്തും? നമ്മുടെ വീടുകളിലെ പടിക്കൽ മുമ്പിൽ എത്തും. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഷോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. നമുക്കൊരു കാർ വാങ്ങണമെങ്കിൽ തന്നെ വീട്ടിലിരുന്നാൽ മതി. അതിന്റെ ആൾക്കാർ നമ്മൾ ആവശ്യപ്പെടുന്ന കാറിന്റെ മോഡൽ അടക്കം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ച് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ വഴികൾ തുറക്കുമ്പോഴും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് ഈസ് എ വേരിയേഷൻ ഓഫ് മോഡിഫിക്കേഷൻ ഇൻ എനി ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ പാറ്റേൺ ഓർ ഫോം എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ ചേഞ്ച് ഒരു വേരിയേഷൻ ആണ്. എന്തിന് വേരിയേഷൻ? വേരിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ, ആ 2 വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വേരിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ എവിടെയാണ്? സോഷ്യൽ പാറ്റേൺ അല്ലെങ്കിൽ ഓഫ് ഫോം. അപ്പൊ സോഷ്യൽ പാറ്റേൺ ഫോമില്, സോഷ്യൽ പാറ്റേണിൽ ഉണ്ടാകുന്ന വേരിയേഷനും മോഡിഫിക്കേഷനുമാണ് സോഷ്യൽ ചേഞ്ച് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. രണ്ടാമത്, സോഷ്യൽ ചേഞ്ച് ഈസ് ദ ഓൾട്ടറേഷൻ മെക്കാനിസം within the social structure characterized by changes in culture, symbols, rules of behavior, social organization or value system. അപ്പൊ സോഷ്യൽ ചേഞ്ച് എങ്ങനെയാണ്? ഒരു ഓൾട്ടർനേഷൻ ആണ്. അതായത് ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും മെച്ചപ്പെട്ട ഒരു വ്യത്യാസം വരുത്തുന്നതാണ്. എവിടെ? ഓഫ് മെക്കാനിസം, സമൂഹത്തിൽ നടക്കുന്ന മെക്കാനിസം അല്ലെ പ്രവർത്തനങ്ങളിൽ
ഒരു ഓൾട്ടറേഷൻ വരുത്തുന്നത് എവിടെ സോഷ്യൽ സ്ട്രക്ചറിൽ അതിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒന്ന് സിംബൽസിൽ, 2 റൂൾസിൽ, 3 ബിഹേവിയറിൽ, 4 സോഷ്യൽ ഓർഗനൈസേഷൻ, 5 വാല്യൂ സിസ്റ്റത്തിൽ. അപ്പൊ ഈ കൾച്ചറിലും സിംബൽസിലും റൂൾസ് ഓഫ് ബിഹേവിയറിലും സോഷ്യൽ ഓർഗനൈസേഷൻ വാല്യൂ സിസ്റ്റത്തിലും ഒക്കെ മാറ്റം വരും. ഉദാഹരണങ്ങൾ നമുക്ക് പലതുണ്ടല്ലോ. ഇപ്പോഴും നമ്മുടെ റോഡുകളും പണ്ടത്തെ നമ്മുടെ റോഡുകളും നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അതെന്താ റോഡ് തന്നെയാണ്, പക്ഷെ അന്നുണ്ടായിരുന്ന ഒറ്റ വരി പാതയിൽ നിന്ന് 2 വരി പാതയിലേക്കും, അത് പിന്നീട് മാറി 4 വരി പാതയിലേക്കും, 6 വരി പാതയിലേക്കും, 8 വരി പാതയിലേക്കൊക്കെ വഴികള് ഓൾട്ടർനേഷൻ വരുത്തി ഒരു മാറ്റം വരെ നമുക്ക് കാണാം. അപ്പൊ സോഷ്യൽ ചേഞ്ചിൽ ഇത്തരം കാര്യങ്ങളാണ്. കൾച്ചറില്, സിംബൽസില്, റൂൾസ് ഓഫ് ബിഹേവിയറിൽ, സോഷ്യൽ ഓർഗനൈസേഷൻ, വാല്യൂ സിസ്റ്റത്തിലും ഒക്കെ ഈ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ പറയാം. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? വേരിയേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് പാറ്റേൺ ഓഫ് ഫോം. എവിടുത്തെ ഇൻ സോഷ്യൽ പാറ്റേണിലോ ഫോമിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷനും മോഡിഫിക്കേഷനുമാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് നിഴലിച്ച് കാണുന്നത് എവിടെയാണ്? കൾച്ചറില്, സിംബൽസില്, റൂൾസ് ഓഫ് ബിഹേവിയർ, സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് വാല്യൂ സിസ്റ്റത്തിലാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. പ്രോസസ് ഓഫ് ചേഞ്ച്. നമുക്കറിയാം എല്ലാത്തിനും ഓരോ പ്രോസസ് ഉണ്ട്. ചേഞ്ചസിനുള്ള അല്ലെങ്കിൽ ചേഞ്ചിനുള്ള പ്രോസസ് എന്തൊക്കെയാണ്? ഒന്ന്, the term process of change suggests an orderly, organized, stepwise series of action will result in achieving desired process of development. അപ്പോൾ നോക്കിയേ, the term process of change suggest an orderly, അതിനൊരു ഓർഡർ ഉണ്ട്, ഓർഗനൈസ്ഡ് സ്റ്റെപ്പ് വൈസ് ആണ്, ഓരോന്ന് ഇങ്ങനെ ഓരോ തലത്തിലാണ്. സീരീസ് ഓഫ് ആക്ഷൻ, ഒരു ആക്ഷൻ, അതായത് കഴിഞ്ഞു പോയ ഒരു ആക്ഷൻ ഇപ്പൊ നടക്കുന്ന ഒരു ആക്ഷനുമായിട്ട് ബന്ധമുണ്ട്, ഈ ആക്ഷൻ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ഒരു ആക്ഷൻ ഒരു ബന്ധമുണ്ട്. അപ്പൊ സീരീസ് ഓഫ് ആൻ ആക്ഷൻ വിൽ റിസൾട്ട് ഇൻ അച്ചീവിങ് ഡിസൈർഡ് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ആഗ്രഹിക്കുന്ന ഡെവലപ്മെന്റിലേക്ക് അത് നമ്മളെ എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്നാണ് പ്രോസസ് ഓഫ് ചേഞ്ച് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രോസസ് ഓഫ് ചേഞ്ച് ഈസ് ഗ്രാജുവൽ, piecemeal and incidental. അപ്പൊ നമുക്കറിയാം ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. എന്താണ് പ്രോസസ് ഓഫ് ചേഞ്ച്? നമ്മൾ ഒറ്റയടിക്ക് ഒരു ഇടിവെട്ടുന്ന പോലെ വന്ന് വീഴുന്നതല്ല, മറിച്ച് അത് ഗ്രാജുവൽ ആയിട്ട് ഒരു ചെടി വളരുന്നത് പോലെ തന്നെ നമ്മുടെ സോഷ്യൽ ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു ഇൻസിഡന്റൽ ആണ്. ഇപ്പൊ നമുക്കറിയാം വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോഴാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു വരി പാത പോയാൽ നമുക്ക് 2 വരി പാത വേണം, പിന്നെ 4 വരി പാത വേണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ ഒരു ഇൻസിഡന്റൽ ആയിട്ട് സമൂഹത്തില് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇനിയോ ഇറ്റ് മേ ബി സ്ലോ. മൂന്നാമത്തെ കാര്യമാണ്, അത് സ്ലോ ആയിരിക്കും. ബട്ട് ഇറ്റ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ്. ഓക്കെ, എന്താണ് അത്? സ്ലോ ആണ്, അത് കണ്ടിന്യൂസും കൂടിയാണ്. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ പ്രോസസ് ഓഫ് ചേഞ്ച് എന്താണ്? അത് സ്ലോ ആണ്, പതുക്കെയാണ് സംഭവിക്കുക. പക്ഷെ ഇപ്പൊ നമ്മളത് നോക്കുക, ശ്രദ്ധിച്ചു നോക്കിയാൽ ചേഞ്ചസ് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. നമുക്കറിയാം ഇത്ര നേരം ക്ലാസ് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താണ് അത് ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറി. ആ ചേഞ്ച് വളരെ പെട്ടെന്നുള്ളതാണ്. അത് പലർക്കും പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു സ്ലോ പ്രോസസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ സ്ലോ ആണെന്ന് പറയുന്നു. പിന്നെ എന്തായാലും കണ്ടിന്യൂസ് ആണ്, അതിന് സ്ഥിരതയുണ്ട്, തുടർച്ചയുണ്ട്. ഈച്ച് ചേഞ്ചസ് ഷോസ് ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ ബിഫോർ ഇറ്റ് ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ചേഞ്ച് ദാറ്റ് ഫോളോസ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിറ്റുവേഷനിൽ നിന്നാണ് എല്ലാ ചേഞ്ചസും മാറ്റം വരിക. അപ്പൊ നമുക്കറിയാം 2 വരി പാതയിലേക്ക് നമ്മൾ മാറിയത് ഒറ്റയടി പാതയിൽ നിന്നാണ്. അപ്പൊ എന്താണ് അവിടെ? ചേഞ്ചസ് ഓഫ് ഷോസ് സിറ്റുവേഷൻ. ഒറ്റ വരി പാതയിൽ നിന്ന് 2 വരി പാതയിലേക്ക് നമ്മൾ മാറി. പിന്നെ എന്താണ്? ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ചേഞ്ച് ദാറ്റ് ഫോളോസ്. അപ്പൊ അത് പിന്നീട് വരുന്ന കാര്യങ്ങൾക്ക് എന്താണ്? അത് ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഓക്കെ, അടുത്ത നോക്കിയേ, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ ചേഞ്ച്. എന്തൊക്കെയാണ് സോഷ്യൽ ചേഞ്ച് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നത് എന്ന് നോക്കാം. ഒന്ന്, ഡെമോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. ഡെമോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് നമുക്കറിയാം ഭൂമിയുടെ പ്രത്യേകതകൾ. ചേഞ്ചസ് ഇൻ ദ റേഷൻ ഓഫ് males and females in the given population can lead to social change. അതായത് ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എന്താണ്? ഡെമോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് വന്ന് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ പോപ്പുലേഷൻ ആയിട്ട് ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. നമുക്കറിയാം നമ്മൾ കുടിയേറ്റങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.
പഴയ കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഒന്നാമത് കാരണം അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എല്ലാവർക്കും കൂടെ കഴിക്കാൻ അവിടെ ഉണ്ടാക്കുന്ന ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം തികയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കാരണവന്മാരൊക്കെ മലമുകളിലേക്കും നമ്മുടെ ഈ നാടുകളിലേക്കും വന്നുപെട്ടത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ഒരു ഫാക്ടറാണ്. എന്തിനാണ്? സോഷ്യൽ ചേഞ്ച് റെസ്പോൺസിബിൾ ആണ്. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. രണ്ടാമത് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വേൾഡ് വാർ സെക്കൻഡ്, റൂൾ ഓഫ് നാസി, ഹിറ്റ്ലർ ഇൻ ജർമ്മനി, പിന്നെ എന്താണ് പാട്രിഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947 ഹൗ ബ്രോട്ട് സെവറൽ ചേഞ്ചസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ്. ഇപ്പൊ നമുക്കറിയാം ചില അഴിമതി ആരോപണങ്ങളൊക്കെ വരുമ്പോൾ തന്നെ സർക്കാർ ഉലയുന്നു, അടുത്ത സർക്കാർ മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ലോകത്തിൽ ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പഠനത്തിന്റെ അവസ്ഥ, പഠനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ ഓരോ സർക്കാർ വരുമ്പോഴും അവരെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഈ പാഠ്യ പദ്ധതികളെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് സോഷ്യൽ ചേഞ്ചിന് മറ്റൊരു കാരണമാണ്. മൂന്നാമത് എന്താണ്? എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. പോവർട്ടി, ഇൻഫ്ലേഷൻ, ദ ഗ്രീൻ റവല്യൂഷൻ എക്സെട്ര. അതൊരു ഉദാഹരണം പറയുന്നതാണ്. അതായത് എക്കണോമിക് ഫാക്ടേഴ്സും ചേഞ്ചസിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത എന്താ പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ്, അർബനൈസേഷൻ ആൻഡ് ട്രേഡ് യൂണിയൻ ബ്രിങ് സോഷ്യൽ ചേഞ്ചസ്. നമുക്കറിയാം പണ്ട് കാലത്ത് ഗ്രാമങ്ങളിൽ തൊഴിലില്ലായിരുന്നപ്പോൾ മനുഷ്യരെല്ലാവരും തൊഴിൽ അന്വേഷിച്ച് എങ്ങോട്ട് വന്നു? നഗരങ്ങളിലേക്ക് വന്നു. പണ്ട് കാലത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ നോവലൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. പഴയ ഫ്രഞ്ച് നോവലൊക്കെ നമ്മൾ എടുത്ത് വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ ചേഞ്ചിന്. കാരണം നഗരങ്ങളിലേക്ക് കൂടുതൽ ജനങ്ങൾ വന്നുപെട്ടത് ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. എവിടെയാണോ ഒരു ഇൻഡസ്ട്രി ഉള്ളത് അവിടെ ജോലി അന്വേഷിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് സോഷ്യൽ ചേഞ്ചിന് ഒരു കാരണമാകും. അടുത്ത സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ്. സയന്റിഫിക്കൽ ടെക്നോളജിക്കൽ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ് സോഷ്യൽ ചേഞ്ചിന് കാരണമാകും. നമുക്കറിയാം പണ്ട് ചന്ദ്രൻ ഒരു ദേവനായിട്ട് ആരാധിച്ചിരുന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ചന്ദ്രൻ, സൂര്യൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു ഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതെവിടെ? സയന്റിഫിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻ ആണ്. നമ്മൾ എന്താ പറയുക, ചൊവ്വയിൽ വരെ ഇപ്പം എന്താണ് നമ്മുടെ സാന്നിധ്യം എത്തിച്ചു. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻവോൾവ്മെന്റ്സ് മാറ്റങ്ങൾ വരുത്തുന്നു, സോഷ്യൽ ചേഞ്ചിന് മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. അടുത്തതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ സോഷ്യലും കൾച്ചറലുമായ മാറ്റം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാഷൻ, വിമൻസ് ലിബറേഷൻ മൂവ്മെന്റ്സ് എക്സെട്ര. നമുക്കറിയാം ഒരു സമൂഹത്തിലെ അനീതിയൊക്കെ കാണുമ്പോൾ മനുഷ്യന് വരുത്തേണ്ട മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ സമൂഹത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ നടക്കുന്നു? സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ ഒന്നും കൂടെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്? ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, രണ്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, മൂന്നാമത്തത് എക്കണോമിക് ഫാക്ടേഴ്സ്, 4 ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ്, 5 സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ്, 6 സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് റെസ്പോൺസിബിൾ ഓഫ് സോഷ്യൽ ചേഞ്ചസ് നമുക്ക് വരിക. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ചിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പണ്ടത്തെ നമ്മുടെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ. പണ്ട് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അല്ലെ, പറയര് പുരയര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തില് ഉള്ള അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ അനാചാരങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റപ്പെടാൻ കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം എന്താണ്? നമ്മുടെ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾ പ്രത്യേകിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും education is widely known as an asset as the agent of the social change. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജന്റ്, സോഷ്യൽ ചേഞ്ചിനുള്ള ഒരു ഏജന്റ് ആയിട്ട്. മനുഷ്യന്റെ അറിവ് കൂടുന്നതിനനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഈ അറിവിനെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ, വിദ്യാഭ്യാസത്തെ ഒരു പ്രധാനപ്പെട്ട ഏജന്റ് ആയിട്ട് നമ്മൾ കാണണം എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമതിന് പറയുന്നത് എന്താ? ദ എബോവ് മെൻഷൻ ഫാക്ടേഴ്സ് ഹാപ്പൻസ് ഓൺലി വെൻ എഡ്യൂക്കേഷൻ കംസ് ടു സൊസൈറ്റി. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പഠിച്ച, അതായത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള്
ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് സാധിക്കില്ല. അടുത്തത് എന്താ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എഡ്യൂക്കേഷൻ ആസ് എ കണ്ടീഷൻ ഫോർ സോഷ്യൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ ഇല്ലാതെ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ ഒരു മാറ്റം വരുള്ളൂ. കാരണം പഠിച്ചു വന്ന മനുഷ്യർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയ മനുഷ്യരുടെ ആശയങ്ങളിലൂടെയാണ് പലതും വ്യത്യാസം വരുത്തിയത്. നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനോ അങ്ങനെ ഏത് റവല്യൂഷൻ എടുത്ത് നോക്കിയപ്പോ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വരുന്ന എവിടുന്നാണ്? എഡ്യൂക്കേഷനിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഒരു കണ്ടീഷനാണ്, ഒരു മസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. The first form of relationship emphasizes that without the basic foundation or ground of education, no desired social structure or place of social changes can be erected. അപ്പൊ നമുക്കറിയാം, ഇവർ പറഞ്ഞെന്താ, ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് ഒരു മാറ്റങ്ങളും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. മാറ്റത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഈ എഡ്യൂക്കേഷൻ എന്താണ്? ഒരു കണ്ടീഷനാണ്, ഒരു മസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണ്? there must be education as a basic condition and only that can any real social change or modernization be possible. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ, സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ മോഡേണൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള സാധ്യമാകുന്നത് എപ്പോഴാണ്? എഡ്യൂക്കേഷൻ ഒരു ബേസിക് കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴൊക്കെയാണ് ഈ സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ കടന്നു വരിക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പറയുന്നതാണ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഒന്നാമത് നമ്മൾ പറഞ്ഞ എന്താ? എഡ്യൂക്കേഷൻ ആസ് എ കണ്ടീഷൻ ആണെങ്കിൽ, രണ്ടാമത് നമ്മൾ പറയുക എന്താണ്? എഡ്യൂക്കേഷൻ ആസ് എ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപകരണമാണ്. എന്താ പറയുന്നത്? എ സൊസൈറ്റി വിഷിംഗ് ടു ചേഞ്ച് ഇറ്റ്സെൽഫ് ഹാസ് ടു എംപ്ലോയ് number of institutions, agents or agencies to achieve its desired goals. അപ്പൊ നമുക്കറിയാം, ഒരു ഇൻസ്ട്രുമെന്റ്, സോഷ്യൽ ചേഞ്ചിന് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാകണമെങ്കിൽ എഡ്യൂക്കേഷൻ ഉള്ള തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എംപ്ലോയ് ചെയ്യണം. എന്തിലൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസില് ഏജൻസ് ആയിട്ട് അല്ലെങ്കിൽ ഏജൻസീസ് ഒക്കെ ആയിട്ട് ഒരു അച്ചീവ്ഡ് ഒരു ഡിസയർ ഗോൾ നേടുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതായത് ഒരു സൊസൈറ്റി വിഷിംഗ് ടു ചേഞ്ച് ഇറ്റ് സെൽഫ്, അതായത് ഒരു സൊസൈറ്റിക്ക് ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കണം. ഉദാഹരണം, നമ്മുടെ വ്യക്തിപരമായ കാര്യമായിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കും, ഞാൻ എൻ്റെ പഠനം, എൻ്റെ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കും. അപ്പൊ അതുപോലെ ഒരു സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് വരണമെങ്കിൽ ഒരു സ്കൂള് അത്യാവശ്യമാണ്. ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഒരു സ്ഥാപനം മസ്റ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്? എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. ഇനിയോ, among such means education is perhaps the most important. അങ്ങനെ പലതുണ്ട് നമ്മൾ പഠിച്ചു. ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസീസ് ഒക്കെ എന്താണ്? ഈ ചേഞ്ചസിന് ഇൻസ്ട്രുമെന്റ് ആണ്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത നോക്കിയേ. ഇറ്റ് വിൽ ബി പ്രൊവൈഡ് നെസസറിലി ട്രെയിനിങ് ഇൻ സ്കിൽസ് ആൻഡ് ഓക്യുപ്പേഷൻ and produce the need competent personnel for meaning the different specialized jobs in modern industrial, business, educational, research establishment and secondary association. അതായത് നമുക്കറിയാം, ഇറ്റ് വിൽ ബി പ്രൊവൈഡ് നെസസറിലി ട്രെയിനിങ് ഇൻ സ്കിൽസ് ആൻഡ് occupation and produce the needed competent personnel for meeting the different specialized jobs in modern industrial, business, education, research establishment and secondary associates. അപ്പം ഈ എഡ്യൂക്കേഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ട്രെയിനിങ് സ്കിൽസ്, നെസസറി ട്രെയിനിങ് സ്കിൽസ്. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും, ശരിയല്ലേ?
അത് നമുക്ക് ലഭിക്കുന്ന എവിടുന്ന് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എന്താണ് നെസസറി ട്രെയിനിങ് സ്കിൽസ് നമുക്ക് തരുന്നു. രണ്ടെന്നാണ് അത് നമ്മൾ ചില ഓക്യുപ്പേഷൻ വേണ്ടി. ഇപ്പൊ നമ്മൾ BEd പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഒരു ജോലിയെ അന്വേഷിച്ചാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷൻ മുന്നിൽ കണ്ട ഓക്യുപ്പേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇനി എന്താണ് പ്രൊഡ്യൂസ് ദ നീഡ്സ് കോമ്പിറ്റന്റ് പേഴ്സൺ ഫോർ മീനിങ് ദ ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് ജോബ്സ്. അപ്പം ഒരു ജോബ്സിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുന്നതൊക്കെ എന്താണ് എവിടുന്നാണ്? എഡ്യൂക്കേഷൻ നിന്നാണ്. ഇപ്പൊ ഒരു ടെക്നീഷ്യൻ ആകണമെങ്കിൽ അവൻ എവിടെ പോയി പഠിക്കും? ITIയിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ അവൻ പോയി പഠിക്കും, അല്ലെ? അപ്പൊ ടീച്ചർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? BEd പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? BEd പഠിക്കുന്ന കോളേജിലേക്ക് അവൻ വരും. അപ്പൊ എന്നിട്ട് അവൻ അവിടുന്ന് പഠിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഇൻസ്ട്രുമെന്റ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. Education will be an immense help to bring out democratization, secularism, national integration, as economic prosperity, as well as economic prosperity and proper political socialization in the given county. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ആണ് ഈ ഡെമോക്രൈസേഷൻ എന്ന് പറയുന്നത്. ജനാധിപത്യ മൂല്യങ്ങളും സെക്യുലറൈസേഷനും നാഷണൽ ഇന്റഗ്രേഷനും എക്കണോമിക് പ്രോസ്പെരിറ്റിയും ഒക്കെ പ്രോപ്പർ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനും ഒക്കെ നൽകുന്നത് ശരിക്കും പറഞ്ഞ മനുഷ്യന് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. എവിടെയാണോ വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ളത് അവിടുത്തെ മാനുഷിക നിലവാരമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് വളരെ താഴ്ന്ന നിലയിലായിരിക്കും. അവിടുത്തെ മനുഷ്യരുടെ എന്താണ് ഈ ജനാധിപത്യ മൂല്യങ്ങളോ അല്ലെങ്കിൽ ഈ സെക്കുലറിസോ ഒന്നും നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നത് കാടത്വത്തിന്റെ അവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുവെക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളത് സോഷ്യൽ ചേഞ്ചിന് അനിവാര്യമാണ്. It is generally believed by the people that acts of education can cut down the thick roots, traditions, superstitions, ignorance, backwardness, etc. അപ്പൊ ഇറ്റ് ഈസ് എന്താ പറയുന്നത്, നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോടാലിയായിട്ടാണ് ആദ്യം കരുതുന്നത്. എന്ത് കോടാലിയാണ്? നമുക്ക് പാരയല്ല, നേരെ മറിച്ച് അതെന്തൊക്കെയാണ്? അത് കട്ട് ഡൗൺ ചെയ്യുന്നു. എന്തൊക്കെയാണ്? അത് ഇല്ലായ്മ ചെയ്യുന്നു. എന്താണ് ഇല്ലായ്മ ചെയ്യുന്നത്? തിക്ക് റൂട്ട്, നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നമ്മൾ കൊണ്ടു നടക്കുന്ന ട്രഡീഷൻസിന്റെ തിക്ക് റൂട്ട്സ് അല്ലെ, അല്ലെങ്കിൽ എന്താ ഉറച്ച വേരുകള്, സൂപ്പർസ്റ്റിഷൻസ് അല്ലെ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങള്, പിന്നെ അറിവില്ലായ്മ, ഇഗ്നോറൻസ്, അറിവില്ലായ്മ, ബാക്ക്വേർഡ്നെസ്, പുറകെ അതായത് പിന്നോക്കാവസ്ഥ, ഇതിന്റെയൊക്കെ ചോട്ടില് വെട്ടിക്കളയാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോടാലി എടുക്കുക അല്ലെങ്കിൽ മഴുവെടുത്ത് നമ്മൾ പെരുമാറണം എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ചേഞ്ചിന് ഒരു അവിഭാജ്യ ഘടകമാണ്. എഡ്യൂക്കേഷൻ ഇല്ലാതെ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക നമുക്ക് സാധ്യമല്ല എന്ന് തിരിച്ചറിയും. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞെന്താ? നമ്മൾ ഒന്നും കൂടെ നോക്കിയേ. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ആസ് എ കണ്ടീഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. രണ്ടാമത് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. മൂന്നാമത് നമ്മൾ പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആസ് ആൻ ഇഫക്റ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ചിന്റെ ഒരു ഇഫക്റ്റ് കൂടിയായിട്ടാണ് വരിക എന്നുള്ളത്. എന്താ പറയുക? The changes caused by the political disorder, industrialization, technological process and religious reform movements naturally demands more education in order to maintain social equilibrium. അതായത് സമൂഹത്തിന്റെ സന്തുലനാത അവസ്ഥയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താണ് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? നമ്മുടെ എഡ്യൂക്കേഷനെ നമ്മൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. അത് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ ഇത് സാധിക്കുള്ളൂ. ദ ചേഞ്ചസ് കോസ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ ഡിസോർഡർ, പൊളിറ്റിക്കൽ ഡിസോർഡറിലൂടെയും ഇൻഡസ്ട്രിയലൈസേഷനിലൂടെയും ടെക്നോളജിക്കൽ പ്രോസസ്സിലൂടെയും റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിലൂടെയും ഒക്കെ എന്താണ് നാച്ചുറലി ഡിമാൻഡ്സ്. ഇതൊക്കെ എന്താണ്? നാച്ചുറലി ഡിമാൻഡ്സ് മോർ എഡ്യൂക്കേഷൻ, അധികം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൂടുതൽ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സോഷ്യൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് സന്തുലനാവസ്ഥ, സാമൂഹ്യ സന്തുലനാവസ്ഥ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പം ഈ സാമൂഹ്യ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണെന്ന് നമ്മൾ ഓർക്കുക.
ഇനി എന്താണ്? എഡ്യൂക്കേഷൻ ക്രിയേറ്റ്സ് ദ സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ലീഡേഴ്സ് who continuously make all the efforts to bring about social changes. എന്ന് പറഞ്ഞാൽ എന്താ? എഡ്യൂക്കേഷൻ ക്രിയേറ്റ്സ് ദ സോഷ്യൽ റിഫോമേഴ്സ്. അതായത് വിദ്യാഭ്യാസമാണ് സമൂഹത്തിൽ സോഷ്യൽ റിഫോമേഴ്സിനെ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താണ്? എഡ്യൂക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ ലീഡേഴ്സിനെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെന്താണ്? ഇങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സോഷ്യൽ ചേഞ്ചിന് കാരണമായിരിക്കുക. നമുക്കുള്ള ഒരു ശാപം എന്നുള്ളത് വലിയ പഠിപ്പുള്ള IAS ഉദ്യോഗസ്ഥരൊക്കെ 10ാം ക്ലാസ്സും ഹിസ്റ്ററിയും കൂടെ നടക്കുന്ന മന്ത്രിമാരുടെ അടിമകളായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ക്രിയേറ്റ്സ് സോഷ്യൽ റിഫോമേഴ്സ്, ലീഡേഴ്സ്. നമ്മുടെ ലീഡേഴ്സും സോഷ്യൽ റിഫോമേഴ്സ് എന്ന് അവകാശപ്പെടുന്നവർക്കൊക്കെ ഈ വിദ്യാഭ്യാസ യോഗ്യത ഒരു ഒരു ബേസിക് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യമൊക്കെ രക്ഷപ്പെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എഡ്യൂക്കേഷനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സോഷ്യൽ ചേഞ്ച് എന്താണ്? എന്തൊക്കെ സോഷ്യൽ ചേഞ്ചിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ റോൾ ഓഫ് എഡ്യൂക്കേഷന്റെ റോൾ എന്താണ് സോഷ്യൽ ചേഞ്ചിൽ എന്നുള്ളതാണ്. ഒന്നാമത്, എഡ്യൂക്കേഷൻ പെർപെച്യുവേറ്റ്സ് ഇറ്റേണൽ വാല്യൂസ്. അതായത് എഡ്യൂക്കേഷൻ ഈ സനാതന മൂല്യങ്ങളെ കൂടുതലായിട്ട് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ചെയ്യുന്നു. അതായത് സമൂഹത്തിലെ ഇന്ന വാല്യൂസ് ഒക്കെ വേണമെന്ന് എഡ്യൂക്കേഷൻ നേടുന്നവരെ പഠിപ്പിക്കുന്നതാണ്. പ്രൊമോട്ട്സ് കപ്പാസിറ്റി ടു വെൽക്കം സോഷ്യൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിന് പ്രൊമോട്ട് ചെയ്യുന്നു? കപ്പാസിറ്റി. എന്തിനു വേണ്ടി കപ്പാസിറ്റി ചെയ്യുന്നത്? കപ്പാസിറ്റി ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടില്ല, സോഷ്യൽ ചേഞ്ചിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മളെ അത് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൺലൈനിലൂടെയൊക്കെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മളെ അതിന് അനിവാര്യമാക്കി തീർത്തത് നമ്മുടെ എന്താ പറയുക സാങ്കേതിക വിദ്യയിൽ നേടിയ അറിവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ്? കപ്പാസിറ്റി ടു വെൽക്കം സോഷ്യൽ ചേഞ്ച്. മൂന്നാമത് പറയുന്നതാണ് ഇവാലുവേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. നമ്മളെ എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ച് ഇന്ന മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഇന്ന കാര്യങ്ങളാണ് സമൂഹത്തിൽ നടന്നതെന്ന് ഒരു ഇവാലുവേഷൻ നടത്താൻ നമ്മളെ സഹായിക്കുന്നത് എഡ്യൂക്കേഷനാണ്. അടുത്തതാണ് എയ്ഡ്സ് കമ്മിങ് ഓഫ് ന്യൂ സോഷ്യൽ ചേഞ്ച്. അതായത് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ വരുമ്പം അതിനെ സോഷ്യൽ ചേഞ്ചിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷനാണ്. അടുത്ത ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. അതായത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് നമ്മുടെ കൾച്ചറും അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയും ഒക്കെ കൈമാറുന്നത് എഡ്യൂക്കേഷനാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. അടുത്തത് എഡ്യൂക്കേഷൻ അബൌട്ട് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതും എഡ്യൂക്കേഷന്റെ ഒരു റോളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്തെന്താണ്? റിമൂവൽ ഓഫ് ഒബ്സ്റ്റക്കിൾസ്. എഡ്യൂക്കേഷനിലൂടെ ഇതിനെതിരെയുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമ്മൾ മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ സോഷ്യൽ ചേഞ്ചിന് ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ, എഡ്യൂക്കേഷന്റെ റോളാണ് എന്ത്? റിമൂവൽ ഓഫ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഇൻക്രീസിങ് ദ ഏരിയാസ് ഓഫ് നോളജ്. എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അറിവിന്റെ തലത്തെ കൂടുതൽ വിസ്തീർണമാക്കുക അല്ലെങ്കിൽ കൂടുതൽ വലുതാക്കുക. അടുത്തതാണ് ലീഡർഷിപ്പ് റോൾ ഇൻ സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിൽ ഒരു ലീഡർഷിപ്പ് കൊണ്ടുവരുന്നത് എഡ്യൂക്കേഷനിലൂടെയാണെന്നാണ് പറയുന്നത്. അടുത്തെന്താ? മദർ ഓഫ് ന്യൂ ചേഞ്ചസ്. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മദർ ഓഫ് ന്യൂ ചേഞ്ചസ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒക്കെ കാലമാണല്ലോ. അപ്പൊ അതിലേക്ക് വരണമെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ന്യൂ ചേഞ്ചസിന്റെ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളുടെ അമ്മയെന്ന് നമുക്ക് ഈ എഡ്യൂക്കേഷനെ വേണമെങ്കിൽ വിളിക്കാം. അത് റോളാണ്. അടുത്തത് സ്പ്രെഡിങ് നോളജ്. അപ്പം എന്താണ്? മദർ ഓഫ് ന്യൂ ചേഞ്ചസ് ആണ്. പിന്നെ സ്പ്രെഡിങ് നോളജ് ആണ്. നോളജ് നമ്മിൽ നിന്ന് എന്താണ് പറയുക? നോളജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. അടുത്തെന്താണ്?
സ്റ്റെബിലൈസിങ് ഡെമോക്രാറ്റിക് വാല്യൂസ്. അപ്പൊ നമുക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമ്മൾ തന്നെ ചിന്തിച്ച് നമുക്ക് തന്നെ ഉത്തരം എഴുതാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ക്ലാസ് സ്വന്തമായിട്ടും കൂടെ കണ്ടെത്താൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കുക. താങ്ക് യു.